നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ വിക്രികൾക്കെതിരെ വിമർശനം വ്യാപകമാകുന്നുണ്ട്. സംസ്കാര ചടങ്ങുകളിൽ കടന്നുകൂടുകയും കുടുംബത്തെ അടക്കം അനങ്ങാനാകാത്ത വിധം തടയുകയുമായിരുന്നു ചാനലുകൾ. ഇതിനെതിരെ സലീം കുമാറിന്റെ മകൻ ചന്തുവിന് പിന്നീട് പൊട്ടിത്തെറിച്ച് പ്രതികരിക്കേണ്ടി വന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ലൈവായി നൽകുകയും ചെയ്തു. കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ കാഴ്ചക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്. അതിപ്പോൾ കല്യാണമാണെങ്കിലും മരണവീടാണെങ്കിലും മാറ്റമില്ല. സലീം കുമാറിന്റെ വീട്ടിലും അതുതന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആത്മമിത്രമാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ വി ഡി സതീശൻ അവിടെ എത്തിയിരുന്നു. തന്റെ പ്രോട്ടോകോൾ പോലും മാറ്റിവെച്ച് കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ വി ഡി സതീശൻ മുന്നിട്ടിറങ്ങി. സലീം കുമാറിന്റെ ചിതയ്ക്ക് മക്കൾ അഗ്നി പകരുന്നതുവരെ വി ഡി സതീശൻ അവിടെ തുടരുന്നത് നമ്മൾ കണ്ടു. വി ഡി സതീശന് പോലും പൊട്ടിത്തെറിക്കേണ്ടി വന്നു ഓൺലൈൻ മാധ്യമങ്ങളോട്. നിങ്ങൾ പുറകിലേക്ക് മാറി നിൽക്കൂ, അല്പം മര്യാദ കാണിക്കണമെന്ന് ആക്രോശിച്ച് ചാനലുകളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തള്ളിമാറ്റുകയും ചെയ്തു. തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടത്. അംഗരക്ഷകരുടെ സാന്നിധ്യം പോലും ഇല്ലാതിരുന്നിട്ടും വി ഡി സതീശൻ ആൾക്കൂട്ടത്തെയും ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനും ചടങ്ങ് സാക്ഷിയായി. ചാനലുകൾക്ക് പുറമെ അനാവശ്യമായ ആൾക്കൂട്ടവും ചടങ്ങിനുണ്ടായിരുന്നു. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും റോജി എം ജോണും അടക്കം ആൾക്കൂട്ടത്തിന്റെയും ഓൺലൈൻ ചാനലുകളുടെയും തള്ളിക്കയറ്റം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വേളയിലാണ് വി ഡി സതീശൻ തന്നെ നേരിട്ടിറങ്ങി ആൾക്കാരെ തള്ളിമാറ്റിയത്. ചിതയ്ക്ക് അഗ്നി പകർന്നതിന് പിന്നാലെ ആൾക്കാരുടെ തിരക്ക് മറികടന്ന് വീടിന്റെ പിൻവശത്തു കൂടിയാണ് വി ഡി സതീശൻ പുറത്തിറങ്ങിയത്. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സതീശൻ പോയ വഴിയിലൂടെയാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതിലേക്ക് പോകാം.